ഇന്ന് ഞാൻ തയ്യാറാക്കാനായി പോകുന്നത് നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള എണ്ണ കുടിക്കാത്ത നല്ലൊരു നാടൻ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അരി വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കല്ലേ. ഇതിനായിട്ട് ഞാൻ 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. നെയ്യപ്പത്തിനായിട്ട് ഞാൻ 500 ഗ്രാം അരി 5 മണിക്കൂറായി വെള്ളത്തിലിട്ടതാണ്. ഇത് കഴുകി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 3/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൊടിക്കാത്ത ഏലക്കയാണെങ്കിൽ 3 അതും ചേർക്കാം. എൻ്റെ കയ്യിൽ പൊടിച്ചതുള്ളതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. ഇത് അരച്ച് കഴിഞ്ഞതിന് ശേഷമേ ചേർക്കുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര വെള്ളം ഇല്ലേ, അത് ചെറിയ ചൂടോടെ ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഒരു 3/4 ഭാഗമായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അരച്ചത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് അരച്ചെടുക്കുന്നത് ചെറിയ തരിയോടെ വേണം അരച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി. ഇതെല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ പരുവത്തിൽ വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമുക്കൊരു 8 മണിക്കൂറോളം ഇത് മൂടി വെക്കണം. അപ്പോൾ ഇത് കുറുകി ഇതിന് പാകത്തിന് മാവായിട്ട് വരും. ഇത് 8 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ കൊത്തിയെടുത്തിട്ടുണ്ട്. ഇത് വറുക്കൊന്നും വേണ്ട, ഇതുപോലെ തന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചേർക്കുന്നതാണ്. ഇതില്ലേലും കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൽ വെള്ളം കുറവായിട്ടൊക്കെ തോന്നുവാണെങ്കിൽ ചെറിയൊരു ചൂടുവെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. മാവ് എപ്പോഴും കുറുകിയ പോലെ ഇരിക്കണം, വെള്ളം പോലെ ആകരുത്. വെള്ളം പോലെ ആകുമ്പോഴാണ് ഈ നെയ്യപ്പത്തിന് മുറുക്കമൊക്കെ വരുന്നത്, ഭയങ്കര ടൈറ്റൊക്കെ ആയി പോകുന്നത്. ഇത് ഈ പരുവത്തിൽ വേണം മാവിരിക്കാൻ. നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ ഓയിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. വെളിച്ചെണ്ണ ഓയിൽ ഏതായാലും മതി. അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അധികമൊന്നും എണ്ണ കുടിക്കാത്ത നല്ലൊരു നെയ്യപ്പമാണ്. പെട്ടെന്ന് തന്നെ പൊങ്ങിയും വരും, പൊട്ടിപ്പോകുമൊന്നുമില്ല. ഇതുപോലെ തന്നെ തയ്യാറാക്കിയാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ചെറിയ തരിയോടെ അരച്ചെടുത്താൽ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല നിറഞ്ഞിരിക്കും. നല്ല പഞ്ഞി പോലെ ഇതായിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കാം. എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. എണ്ണ ഒട്ടും കുടിച്ചിട്ടില്ല കേട്ടോ. ഇതാ പൊട്ടിയിട്ടൊന്നുമില്ല. നല്ല നെയ്യപ്പമാണ്, നല്ല സോഫ്റ്റുമാണിത്. എന്താ ഉള്ളൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.